ആതുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ ചർമ്മം അഴുകിയില്ലാതായാലും എൻ്റെ മാംസത്തിൽ നിന്ന് ഞാൻ ദൈവത്തെ കാണും എന്ന് പറഞ്ഞ ജോബിനെ പോലെ വിശ്വാസത്തിൻ്റെ വലിയ സാക്ഷികളാകാൻ ഏവർക്കും കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ നേഴ്സസ് ടൈമിലേക്ക് നിങ്ങളെ ഏവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സങ്കീർത്തനം 78:4 വചനം ഇപ്രകാരം പറയുന്നു: കർത്താവ് പ്രവർത്തിച്ച മഹത്തായ കാര്യങ്ങളും അവിടുത്തെ ശക്തി പ്രഭാവവും അത്ഭുത കൃത്യങ്ങളും വരും തലമുറയ്ക്ക് വിവരിച്ചു കൊടുക്കണം. ദൈവിക പദ്ധതിയിൽ അവിടുത്തെ ഇടപെടലിനു വേണ്ടി സമയത്തിനു വേണ്ടി കാത്തു നിൽക്കാറുള്ള ഒരു കുടുംബം, തങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ ദൈവസ്വരത്തിനെ കാതോർത്ത് അവിടുത്തെ വഴിയെ നടക്കുന്നവർ, അനുദിന ദിവ്യബലിയിൽ തിടുക്കത്തോടെ ഓടിയെത്തി തിരുനാഥനൊപ്പം ഹൃദയപൂർവ്വമായിരിക്കാൻ കൊതിക്കുന്ന ഖത്തർ നേഴ്സസ് മിനിസ്ട്രിയിൽ നിന്നുള്ള ഒരു കുടുംബത്തെ നമുക്കിന്ന് പരിചയപ്പെടാം. ഈ കുടുംബത്തോടൊപ്പം പ്രാർത്ഥനയോടെ നമുക്കുമായിരിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് റാണി. ഞാൻ ഖത്തറിൽ ഒരു നേഴ്സായിട്ട് 18 വർഷമായിട്ട് ജോലി ചെയ്യുന്നു. ഞാൻ ജോജി. ഞങ്ങൾക്ക് 3 മക്കൾ. കഴിഞ്ഞ 18 കൊല്ലമായിട്ട് ദൈവപരിപാലനയുടെ നിമിഷങ്ങളാണ് നമ്മളുടെ മുമ്പിൽ നിന്ന് കടന്നുപോയത്. അത് ശരിയാ ചോദിച്ചാ. ശരിക്കും ഈ 18 വർഷം ദൈവം എത്രമാത്രം അനുഗ്രഹങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നൽകിയത്. ഒരുപാട് നല്ല കൂട്ടായ്മകള്, നല്ല സന്തോഷത്തിന്റെ അനുഭവങ്ങള്, ഒരുപാട് ബോധ്യങ്ങളെല്ലാം നമുക്ക് കിട്ടിയല്ലേ. ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് പോകാനായിട്ട് ഭയങ്കര സങ്കടം തന്നെയാ. ഏത് സെപ്പറേഷനും ഏത് പറിച്ചു നടലും ശരിക്കും നമുക്ക് വേദന അനുഭവിക്കുന്ന ഒരു അവസരമാണ്. പക്ഷെ ദൈവത്തിന് എല്ലാത്തിനും ഒരു പ്ലാനും പദ്ധതിയും ഉണ്ടല്ലോ. നമ്മൾ വചനത്തിൽ വായിച്ചിട്ടില്ലേ, ആകാശം ഭൂമിയേക്കാൾ ഉയർന്നിരിക്കുന്നു, എൻ്റെ ചിന്തകളും വഴികളും നിങ്ങളെക്കാൾ ഉന്നതമത്രയെന്ന്. തീർച്ചയായിട്ടും ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നതിലും കൂടുതൽ നമുക്ക് നൽകിക്കൊണ്ട് നമ്മളെ വഴി നടത്തുന്നതാണ് ഇതെല്ലാം. അത് ശരിയാ. ഈ വചനം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ രുചിച്ചറിഞ്ഞിട്ടുള്ള വചനമാണല്ലോ. നമ്മൾ പ്ലാൻ ചെയ്യുന്നതിനേക്കാളും നമ്മൾ ആഗ്രഹിച്ചതിനേക്കാളും ഒത്തിരി നന്നായിട്ടാണ് നമ്മുടെ ജീവിതം എല്ലാ കാലത്തും പോയിരിക്കുന്നത്. എപ്പോഴൊക്കെ ദൈവം തമ്പുരാന് വിട്ടുകൊടുത്തിട്ടുണ്ടോ ആ സമയത്തെല്ലാം നമുക്കൊത്തിരി നമ്മൾ ചിന്തിക്കാത്തതിനേക്കാളും ഒത്തിരി അധികം ദൈവാനുഗ്രഹത്തിൻ്റെ മേഖലകൾ തുറന്നു കിട്ടിയിട്ടുണ്ട്. ശരിയാണ്. നമ്മളിവിടെ വന്നപ്പോൾ നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് നമുക്ക് കിട്ടുമെന്ന്. ശരിക്കും ഇപ്പൊ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല നമ്മൾ എങ്ങനെ ഇത്രയധികം കൂട്ടുകാരായി തീർന്നതെന്ന്. എല്ലാവരും ഈശോയെ സ്നേഹിക്കുന്നവര്, അതുകൊണ്ട് തന്നെ നമ്മുടെ സ്നേഹത്തിന് വലിയ ഒരു ആഴമുണ്ട് താനും. അത് എങ്ങനെയാ അത് എക്സ്പ്രസ് ചെയ്യുക എന്നറിയില്ല. കാര്യം നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ പെയിൻ വരാനുള്ള ഒരു കാരണവും ഇത് തന്നെയാണ്. കാര്യം ഹസ്ബൻഡ്സ് തമ്മിൽ വളരെ കൂട്ടാണ്, നിങ്ങൾ തമ്മിൽ കൂട്ടാണ്, പിള്ളേർ തമ്മിൽ കൂട്ടാണ്. ഈ കുടുംബത്തിൻ്റെ ഒരു പ്രത്യേക ഒരു ബന്ധം നമുക്കിവിടെ അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. ആക്ച്വലി ഇറ്റ് ഈസ് എ സെലിബ്രേഷൻ. ശരിക്കും ചോദിച്ചാ ശരിയാ, ഇത് ഒത്തിരി വേദനയുള്ള കാര്യമാണ്. പക്ഷെ ദൈവം നമ്മൾക്ക് ഓരോ വഴി ഒഴുക്കുമ്പോൾ നമ്മൾ ആ വഴിയെ സഞ്ചരിക്കണം അല്ലേ. ദൈവത്തിന് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഒരു പ്ലാനും പദ്ധതിയുണ്ട്. നമുക്ക് അതനുസരിച്ച് മുന്നോട്ട് പോകാം. എവിടെയായിരുന്നാലും ഈശോയുടെ സാക്ഷികളായി ഈശോയെ പകർന്നു കൊടുത്തുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. വിട്ടുകൊടുക്കൽ എപ്പോഴും നമുക്ക് അനുഗ്രഹമായിട്ട് മാറിയിട്ടേ ഉള്ളൂ. ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും ദൈവം തമ്പുരാൻ 1-ാം സ്ഥാനം കൊടുത്ത സമയത്തെല്ലാം നമ്മളുടെ ചിന്തകളെ അതിലംഘിക്കുന്ന ഒരു സമാധാനവും സന്തോഷവും നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതും അങ്ങനെ തന്നെ
ശരിയാണ് ചോദിച്ച. നമ്മുടെ ജിനിമോൾ ഇന്ന് ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞായിരുന്നു. നമുക്കൊന്ന് പോയി നോക്കിയാലോ? എന്തൊക്കെയായാലും ജിനിമോള് വന്ന ഒരു പ്രത്യേക സന്തോഷമാ. കുറച്ച് ദിവസമായല്ലോ കൂടിയിട്ട്, ഇനിയും കുറച്ച് ദിവസങ്ങളും കൂടെ ഉള്ളൂ. ഇന്ന് ബാ നമുക്ക് പോയി നോക്കാം. എന്നാ അങ്ങനെ. പ്രൈസ് ദി ലോർഡ് ജോജി ചേട്ടാ, റാണിക്കുട്ടി. ഹല്ലേലൂയ. ജിനിക്കുട്ടി എത്തിയായിരുന്നോ? ഞാൻ ഇപ്പൊ എത്തിയതേ ഉള്ളൂ. ഓക്കെ. എന്തുണ്ട് പിന്നെ വിശേഷങ്ങളൊക്കെ? സുഖമായിരിക്കുന്ന. നിങ്ങളെ ഒന്ന് കാണാൻ വന്നതാ. നിങ്ങൾ പോകാനെല്ലാം റെഡി ആയോ? പാക്കിംഗ് ഒക്കെ കഴിഞ്ഞോ? പാക്കിംഗ് ഒക്കെ കുറേയൊക്കെ ആയി. ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ നമുക്ക് പോവാനായിട്ട്. അതാണ് ഞാൻ ഓടി വന്നത്. നിങ്ങളുടെ അടുത്തിരുന്ന് നമുക്ക് ഒത്തിരി ഒത്തിരി നല്ല ഓർമ്മകളുണ്ടല്ലോ, അതൊക്കെ ഒന്ന് ഓർത്ത് നോക്കിയാലോ എന്നോർത്ത് ഞാൻ ഓടി വന്നതാ. അത് വളരെ നല്ല കാര്യമാണ് ജിനി. നമുക്ക് പഴയ കാലമൊക്കെ ഒന്ന് ഓർക്കാം. എനിക്ക് തോന്നുന്ന ഈ നേഴ്സസ് മിനിസ്ട്രിയുടെ ആദ്യ കാലഘട്ടം മുതലേ ചേട്ടൻ വരുന്നുണ്ടായിരുന്നല്ലേ? ചേട്ടനെ ഡ്യൂട്ടിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് എന്ന് ആ ഫെലോഷിപ്പിന് വന്നുകൊണ്ട് ആ മുന്നിൽ വന്നിരിക്കുന്നതൊക്കെ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയിട്ടുണ്ട്. ഞാൻ ആദ്യം നേഴ്സസ് മിനിസ്ട്രിക്ക് വരുന്നത് ഡോക്ടർ ജോണിൻ്റെ ഒരു ക്ലാസ് ഉണ്ടെന്ന് പള്ളി വിളിച്ച് പറഞ്ഞത് കേട്ടിട്ടാണ്. ഹല്ലേലൂയ. അത് നേഴ്സസ് മിനിസ്ട്രി ആണോ എന്നുള്ളതൊന്നും ഞാനന്ന് ശ്രദ്ധിച്ചില്ല. പക്ഷേ ഞാൻ അന്ന് ക്ലാസ്സിന് വന്നപ്പോൾ അവിടെ നേഴ്സസ് അല്ലാതെ വേറെ ആരുമില്ല, അതേപോലെ ആണുങ്ങളും ആരുമില്ല. വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു. അതിനുശേഷം ഏറ്റവും ബാക്കിൽ ഒത്തിരി അകലത്തിൽ ആ ക്ലാസ് മുഴുവൻ ഇരുന്ന് കൂടി. അന്ന് ഒരു ഫുൾ ഡേ പ്രോഗ്രാമായിരുന്നു. ദൈവത്തിന് സ്തുതി. പക്ഷേ ഒരു കാര്യം ഞാൻ ഇന്ന് ശ്രദ്ധിച്ചിരുന്നു. നമ്മുടെ പള്ളിയിലെ ആരാധന നടത്തുന്നത് ആൾക്കാർ നേഴ്സസ് മിനിസ്ട്രിയിലുള്ളവരായിരുന്നു. അതെനിക്ക് വളരെ അനുഭവമായിരുന്നു ആ ആരാധന. അതിനോട് അനുബന്ധിച്ച് എനിക്ക് കുറച്ചുകൂടി ഒരു അട്രാക്ഷൻ തോന്നി. പിന്നെ മറ്റൊരു കാര്യം അതിൻ്റെ അകത്ത് ആഡ് ചെയ്യാനില്ല. പണ്ട് തന്നെ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പ്രൊഫഷനായിരുന്നു നേഴ്സ്. പക്ഷേ ഞാൻ നേഴ്സാകാൻ എനിക്ക് താല്പര്യമൊന്നുമില്ലായിരുന്നു. എനിക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം ചെയ്യുന്നവരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതന്ന് തൊട്ടും ഇതായിട്ട്. അപ്പോൾ ഗ്രേറ്റ് കോളിന് ശേഷവും ചേട്ടൻ തുടർച്ചയായിട്ട് കൂട്ടായ്മയ്ക്ക് വരുന്നുണ്ടായിരുന്നല്ലോ? ഗ്രേറ്റ് കോളിന് ശേഷം ഫെലോഷിപ്പിന് റാണിയുമായി അവിടെ വന്നിരുന്നു. ആണുങ്ങളാരും ഇല്ലായിരുന്നത് അതുകൊണ്ട് ഞാൻ അകത്തേക്ക് കയറുന്നുമില്ല. പക്ഷേ എനിക്ക് ആരാധനയും പ്രാർത്ഥനയും ഭയങ്കര ഇഷ്ടമായിരുന്നു നേഴ്സസ് മിനിസ്ട്രിയുടെ. അത് കാരണം ഞാൻ ചാപ്പലിൽ പതുക്കെ ഒന്ന് പകുതി തുറന്നിട്ട് അത് കേട്ടുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പൊ എന്നെ കൊണ്ടുവിട്ടിട്ട് ചാപ്പലിരുന്നെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നല്ലേ? അന്നേ നല്ല തീഷ്ണതയായിരുന്നു. ശരിക്കും തീഷ്ണതയെന്ന് പറഞ്ഞാൽ ഈ സമയത്തോടനുബന്ധിച്ചാണ് ഇവിടെ റോസറി വിജിലിൽ പോകുവാനായിട്ട് നമ്മൾ തുടങ്ങിയത്. നേഴ്സസ് മിനിസ്ട്രിയുടെ റോസറി വിജിലിൽ അത് ഒരു 2 തൊട്ട് 5 മണി വരെയുള്ള സെഷൻ. ഇറ്റ് വാസ് സോ പവർഫുൾ. ആക്ച്വലി നമുക്കൊരു ഫയർ അനോയിൻറ്റിങ് എന്നുള്ള ഒരു ലെവലിലേക്ക് അതങ്ങ് പോകുമായിരുന്നു. ഹല്ലേലൂയ. ശരിക്ക് ഈ ബന്ധങ്ങളുടെയൊക്കെ ക്രിയേഷൻ ആക്ച്വലി വന്നത് ആ ഒരു പീരീഡാണ്. ദൈവസ്നേഹം ശരിക്കൊരു ചുരിയപ്പെടുന്നത് പോലെയും മറ്റ് പലരുമായിട്ടും വളരെയധികം ഇൻറ്റിമേറ്റ് ആയിട്ട് വരുന്ന ഒരു അവസ്ഥയിലേക്കാണ് ആ പീരീഡ് കടന്നു പോയത്. ഞാൻ ഓർക്കുന്നു, ഈവൻ ജിനിയൊക്കെ അത് വരുമ്പോഴുമൊക്കെ നമ്മൾ ഒരു പ്രത്യേക ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് നമ്മൾ ഉയർത്തപ്പെടുകയായിരുന്നു. അത് 2 മണിക്ക് ശേഷം ആ റോസറി വിജിൽ കഴിഞ്ഞ് നമ്മളൊരു കഞ്ഞുകൂടിയും പയർ കഴിക്കലും എല്ലാം ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ വളരെ സൂപ്പറായിരുന്നു. അതിനി നിങ്ങൾ ഓസ്ട്രേലിയ ചെന്നാലും മറക്കാൻ പറ്റില്ല. ഇറ്റ് ഈസ് എ റിയലി മിസ്സിംഗ്. നമ്മളെല്ലാവരും ഒരേ കൂട്ടായ്മയിലുള്ളവരാണല്ലോ. ഈ കൂട്ടായ്മ നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്? ശരിക്കും പറഞ്ഞാൽ ജിനിമോളെ, നമ്മൾ ഈ നേഴ്സസ് മിനിസ്ട്രിയിൽ ഒത്തിരി അങ്ങ് ഇൻവോൾവ് ആവാൻ തുടങ്ങിയ പിന്നെ നമുക്ക് ഈ മിനിസ്ട്രിയിൽ നിന്ന് തന്നെയുള്ള കുറേ കുടുംബങ്ങളെ നമുക്ക് സുഹൃത്തുക്കളായിട്ട് കിട്ടി. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേ ഫോക്കസ് ഉള്ളവരായിരുന്നേ. എല്ലാവരും ഈശോയുടെ സ്നേഹം അറിഞ്ഞവരായിരുന്നു. അപ്പോൾ ഇവിടെ വരുന്ന നമ്മുടെ ഈ ഫാമിലീസിലെ കുഞ്ഞുങ്ങളെല്ലാവരും ഭയങ്കര കൂട്ടായിരുന്നു. പിന്നെ നമ്മൾ ലേഡീസ് എല്ലാവരും കൂട്ടായിരുന്നു. പിന്നെ ഹസ്ബൻഡുമാരെല്ലാവരും അവരും ഒരു സെക്ഷൻ അങ്ങനെ കൂട്ടായിരുന്നു. പിന്നെ നമ്മുടെ ഫെലോഷിപ്പ് എല്ലാം കഴിഞ്ഞിട്ട് താഴെ വെച്ചിട്ട് പിന്നെ നമ്മളെല്ലാവരും കൂടെ വീണ്ടും കൊച്ചു വർത്താനം പറയുകയും വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. നമ്മുടെ ഈ ഗ്രേറ്റ് കോളിനൊക്കെ ഓർക്കുന്നില്ലേ, നമ്മൾ തലേ ദിവസമൊക്കെ ശരിക്കും കല്യാണ വീട്ടിലെ പോലെ ഒരു ആഘോഷമല്ലായിരുന്നോ? ഒരു വലിയ സ്നേഹത്തിന്റെ അനുഭവമായിരുന്നു ശരിക്കും. സങ്കീർത്തനം 133 ഒരു അഭിഷേകം ഇറങ്ങിയ ഒരു വലിയൊരു അനുഭവം നമുക്ക് ഈ ഓരോ ഇവന്റുകളും കഴിഞ്ഞു പോകുമ്പോൾ കിട്ടിയിട്ടുണ്ട്. ശരിക്കും ഇതൊരു സെലിബ്രേഷൻസ് ആയിരുന്നു.
കാര്യം തീർച്ചയായിട്ടും ചേട്ടാ. നമ്മൾ ഇത് പറയുമ്പോഴത്തേക്ക് സെലിബ്രേഷൻസ് വേറെ രീതിയിൽ അല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ, വേൾഡിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ളൊരു ചിന്തയുണ്ട്. ആധ്യാത്മിക അനുഭവം വളരെ ദുഃഖപൂർണമായിട്ട് അനുഷ്ഠിക്കേണ്ടതാണ് എന്നുള്ള ഒരു ചിന്താഗതി പോലും നമുക്കൊക്കെ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. കാര്യം മുട്ടുകുത്തി പ്രാർത്ഥിച്ചാൽ മാത്രമേ പ്രാർത്ഥനയാകുകയുള്ളൂ. പക്ഷേ ഇറ്റ് വാസ് എ സെലിബ്രേഷൻ. ആമേൻ. വേറൊരു ഹല്ലേലൂയ. കാര്യം പറയാനുണ്ട്. നമ്മൾ ഈ ഹസ്ബൻഡുമാരെല്ലാരും കൂടെ ഇങ്ങനെ കൂട്ടായി അതിനുശേഷം ഇവരെല്ലാരും കൂടെ സൂം മീറ്റിങ്ങിൽ നൈറ്റിലിരുന്ന് 1 hour ബൈബിൾ റീഡിങ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഇവർ നാട്ടുവിശേഷങ്ങൾ പറയുകയും സന്തോഷിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അതൊക്കെ ശരിക്കും ഒരു പ്രത്യേക കർത്താവിന് ഒത്തിരി സന്തോഷമായിരുന്നു. നന്ദി. കാര്യം നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു ഫ്രണ്ട്ഷിപ്പാണ് ആ സമയത്ത് ഡെവലപ്പായത്. കാര്യം നമുക്കതെന്ന് പറഞ്ഞാൽ നമുക്കൊത്തിരി പേരുണ്ട് എന്നുള്ള തോന്നലുകൾ, അതിൻ്റെ അകത്ത് പലരുടെയും പേര് ഞാനിപ്പം ഉപയോഗിക്കുന്നില്ല. പക്ഷേ ദേ വർ ഡൂയിങ് ഇറ്റ് അമേസിംഗ്ലി. കാര്യം ആരെ വന്നാലും അക്കോമഡേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മനോഭാവം ആ സമയത്ത് ഇത് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റിയിട്ടുണ്ട്. അത് ഹല്ലേലൂയ. നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരാളല്ല നമുക്ക് വരുന്നത്, ഒരു കൂട്ടം ആൾക്കാരായിരുന്നു നമ്മളെ സപ്പോർട്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനുമായിട്ട് വരുന്നത്. ഞാനും ഒക്കെ ഓർത്തിരുന്നത് ഈ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് ഞായറാഴ്ച കുർബാനയും എല്ലാ ദിവസവും മുടങ്ങാതെയുള്ള നമ്മുടെ കുടുംബ പ്രാർത്ഥനയൊക്കെ ആണെന്നാണ്. ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് ജിനുമോളെ ഓർത്തിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ നേഴ്സസ് മിനിസ്ട്രി വന്നേ പിന്നെ നമുക്ക് ഒരുപാട് ബോധ്യങ്ങൾ കിട്ടിയത്. നമ്മൾ റോമ 10:17 വായിക്കുന്നില്ലേ, വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണെന്ന്. ആമേൻ. അപ്പോൾ ആ ഒരു വചനത്തിലൂടെ എനിക്കൊരു ബോധ്യം കിട്ടി, നമ്മൾ ഈശോയെ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകത നമ്മുടെ നാവ് കൊണ്ട് തന്നെ നമ്മൾ ഏറ്റു പറയണം എന്നൊരു ബോധ്യം എനിക്ക് വന്നു. പണ്ടൊക്കെ ഞാനിങ്ങനെ വിചാരിക്കുമായിരുന്നു, നമുക്ക് ഒരുപാട് ബലഹീനതകളുള്ളവരല്ലേ, നമ്മളെങ്ങനെയാണ് ഇങ്ങനെ മറ്റുള്ളവരോട് ഈശോയെക്കുറിച്ചൊക്കെ പറയുന്നത്, ആദ്യം നമ്മൾ നന്നായിട്ട് ഇതൊക്കെ പറയാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് കിട്ടിയ പല ട്രെയിനിങ്ങിലും കൂടെ നമുക്കൊരു ബോധ്യം വന്നു, നമ്മൾ ഏതവസ്ഥയിലായിരിക്കുന്നോ ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് ഈശോയെ കൊടുക്കുക, അതാണ് ഈശോ. ബലഹീനതയിലാണ് കർത്താവിന്റെ ശക്തി പ്രകടമാകുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ആ ഒരു ബോധ്യം കിട്ടിയപ്പം നമ്മളെ കഴിയുന്ന രീതിയിലൊക്കെ നമ്മുടെ ഡ്യൂട്ടിയിലുള്ളവരോട് നമ്മൾ ഈ ഓരോ ടെസ്റ്റിമണീസൊക്കെ പറയും. ഇപ്പം നേഴ്സസ് മിനിസ്ട്രി വരുമ്പോൾ കേൾക്കുന്ന ടെസ്റ്റിമണീസ് ആയിരിക്കും, അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും ജീവിതാനുഭവങ്ങൾ, ഈശോ ഇടപെട്ട നിമിഷങ്ങൾ, അതൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യും. ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും വിഷമങ്ങളൊക്കെ പറയുവാണെങ്കിൽ നമ്മൾ ക്രിസ്തുവിൽ ആശ്രയിക്കേണ്ടതിൻ്റെ ഒരാവശ്യകതയും, തമ്പ്രാനിൽ ആശ്രയിച്ചാൽ ഒരിക്കലും നമുക്ക് നിരാശപ്പെടേണ്ടി വരത്തില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാനുള്ള ഒരു ധൈര്യമൊക്കെ നമുക്ക് കിട്ടി. ഹല്ലേലൂയ. പള്ളിയിൽ പരിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പം പലതവണ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പരിശുദ്ധ അമ്മയെ പോലെ തിടുക്കത്തിൽ ചേട്ടൻ പോകുന്നത്. അത് ശരിയാ ജിനിക്കുഞ്ഞെ, വണ്ടി നിർത്തിയ ഉടനെ ഞങ്ങളെ പോലും നോക്കത്തില്ല, ഓട്ടവാ പള്ളിയിൽ. പരിശുദ്ധ കുർബാനയോടുള്ള ഒരു സ്നേഹം എനിക്ക് ശരിക്കുണ്ട്. അത് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു അനുഭവം വരുന്നത് വിശുദ്ധ കുർബാനയുടെ മുമ്പിലാണ്. ഹല്ലേലൂയ. എൻ്റെ പണ്ട് തൊട്ട് എനിക്ക് കിട്ടിയ ഒരു ബോധ്യമാണ്, എന്നേക്കാൾ കൂടുതൽ സ്നേഹിക്കാൻ അറിയാവുന്നവൻ, എന്നേക്കാൾ കൂടുതൽ കരുതുന്നവൻ, എന്നേക്കാൾ കൂടുതൽ എനിക്ക് വേണ്ടി പദ്ധതി നടത്തിയവൻ, എന്നേക്കാൾ കൂടുതൽ എനിക്ക് വേണ്ടി സഫർ ചെയ്തവൻ ഹല്ലേലൂയ. അവിടെ ഉണ്ട് എന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ട്. ആമേൻ. ശരിക്കും വിശുദ്ധ കുർബാനയിൽ ഈശോ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ള അനുഭവം എനിക്ക് വേറെ ഒരുവിധ പ്രാർത്ഥന അനുഭവത്തിൽ നിന്നും കിട്ടാറില്ല. അത് എൻ്റെ അവസ്ഥ നോക്കിയിട്ടല്ല ദൈവം എന്നെ സ്നേഹിക്കുന്നത്. ഞാൻ പാപിയായിരിക്കെ തന്നെ എൻ്റെ അവസ്ഥയിലേക്ക് ഇറങ്ങി വന്ന് എൻ്റെ പാപങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു ഈശോ എനിക്ക് എപ്പോഴും ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ പറ്റുന്നത് വിശുദ്ധ കുർബാനയുടെ മുമ്പിലാണ്. അത് ഐ ആം നോട്ട് റണ്ണിങ്, ആക്ച്വലി സംബഡി ഈസ് പുഷിങ് മീ ടു റൺ. കാര്യം എൻ്റേതായ കുറ്റങ്ങൾ കൊണ്ട് ഞാൻ താമസിച്ച് വരുമ്പോൾ അറിയാതെ ഞാൻ ഓടിപ്പോവുക. അത് ഇറ്റ് ഈസ് എ ഗ്രേസ് ഫ്രം ഗോഡ്. ഐ ഹാവ് നത്തിങ് ടു ഡു വിത്ത് ദാറ്റ്. നിനക്ക് എൻ്റെ കൃപ മതി. ചേട്ടനെ നടത്തിയത് ആ കൃപയാണ് ഓടിക്കുന്നത്. തീർച്ചയായും. അനുദിനം ദിവ്യകാരുണ്യനാഥന്റെ മുമ്പിൽ ഹൃദയം തകർന്നിരുന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമാണ് ഈ കൃപയൊക്കെ, അല്ലേ ചേട്ടാ? എനിക്കും ഉണ്ടൊരു ചെറിയ അനുഭവം പറയുമ്പോൾ എനിക്ക് വിഷമം വരുന്നുണ്ട്. നമ്മൾ ആ കൊറോണ കാലഘട്ടത്തിൽ പള്ളിയൊക്കെ അടച്ചിരുന്ന സമയമില്ലേ,
അത് കഴിഞ്ഞ് പിന്നീട് തുറന്നപ്പോൾ മുതൽ നമ്മളെല്ലാവരും കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് രാവിലെ അല്ലായിരുന്നു പള്ളി പൊക്കോണ്ടിരുന്നത്. അതെ അതെ. അപ്പം ചില ദിവസങ്ങളൊക്കെ ഞാൻ ഒത്തിരി ഇങ്ങനെ കാലുവേദന നടുവേദനയൊക്കെ ആയിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. ഒരു ദിവസം ഞാനിങ്ങനെ ഞങ്ങൾ പാർക്കിങ്ങിൽ വന്നു. പാർക്കിങ്ങിൽ ഞാൻ അങ്ങോട്ട് കാറിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുമ്പം പെട്ടെന്ന് കാണുന്നത് ചേട്ടൻ ഇങ്ങനെ ഓടിപ്പോകുന്നതാണ്. അന്നാണ് എനിക്ക് കാലിന് ഭയങ്കര വേദനയായിരുന്നു. അപ്പം ഞാനിങ്ങനെ വണ്ടിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ചേട്ടൻ ഇങ്ങനെ ഓടിപ്പോകുന്നത് കണ്ടതും പെട്ടെന്ന് എനിക്കറിയില്ല, ഒരു പ്രത്യേക ശക്തി എന്നിലേക്ക് അങ്ങ് വരികയും എനിക്ക് ചേട്ടൻ്റെ ഒപ്പം ഓടാനൊരു കൃപ. പെട്ടെന്ന് ഞാൻ ഓടി, ചേട്ടൻ്റെ കൂടെ ഓടി നടക്കാൻ സാധിച്ചു. അങ്ങനെ ഞാൻ പള്ളിയിലെത്തി. അന്ന് മുതൽ ഇന്ന് വരെ എനിക്കങ്ങനെ പള്ളിയിൽ പാർക്കിങ്ങിൽ ചെന്ന് ഇറങ്ങുമ്പം സ്പീഡ് നടക്കാനുള്ള ഒരു അനുഗ്രഹം ചേട്ടനിൽ നിന്നുമാണ് ആ ഒരു കൃപ എന്നിലേക്ക് പകർന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശോയ്ക്ക് നന്ദി. ദൈവത്തിന് ഹല്ലേലൂയ. മഹത്വം. ആക്ച്വലി വിശുദ്ധ കുർബാനയുടെ ആരാധനയെ പറ്റി പറയുമ്പോൾ ശരിക്ക് എനിക്ക് വാക്കുകൾക്ക് അതീതമായിട്ട് ഒരു സന്തോഷം കിട്ടാറുണ്ട് ശരിക്കും. കാര്യം ഞാൻ പണ്ട് നമ്മൾ സംസാരിച്ചിട്ടുള്ളതുപോലെ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ആരാധന ചാപ്പലിൽ നിന്ന് ആരുമില്ല, നമുക്ക് തോന്നുന്നതെല്ലാം പറയുന്ന ഒരവസ്ഥ. ഒരു കൂട്ടുകാരനേക്കാളുമൊക്കെ വളരെ വളരെ ഉയർന്ന രീതിയിൽ എന്തും വിളിച്ചു പറയാൻ, എൻ്റെ വേദനകളെ, സന്തോഷങ്ങളെ, ചിരികളികളെ വിളിക്കുന്നത് ഈശോയെ ഡാ, ആ ഒരു രീതിയിലുള്ള ഒരു ഫ്രീഡം. കൂട്ടുകാരനെ പോലെ. ഇറ്റ് ഈസ് that kind of amazing love. I can feel it from there. ഹല്ലേലൂയ. Because I cannot get it, this kind of love from anywhere. ആമേൻ. It is, I don't know how to express it. ഈ ഒരു പ്രാർത്ഥനയാണ്. കൂടുതൽ ഞാനൊന്നും പറയാറുമില്ല. ഒരു വേറെ പ്രത്യേകിച്ച് നമ്മുടെ ആവശ്യങ്ങളോ ഒന്നും പറയാറില്ല. ചിലപ്പോൾ അറിയാതെ തന്നെ കുറേ കരഞ്ഞെന്നിരിക്കും. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് ഓഫ് എനി പെയിൻ ഓർ സംതിങ്. ഞാൻ ഒരിക്കലും സാധാരണ കരയുന്ന പോലെയല്ല, ഒരു സന്തോഷ കണ്ണീരാവാം, എന്തോ ആവാം. അതോടുകൂടി നമ്മൾ ഒത്തിരി റിലാക്സ്ഡ് ആകുക. ദൈവസ്നേഹത്തിന്റെ നിറവായിരുന്നു അത് ശരിക്കും ആ നിമിഷങ്ങളൊക്കെ, അല്ലേ ചേട്ടാ? തീർച്ചയായിട്ടും. ഈ ദൈവസ്നേഹം നിങ്ങളെ നയിച്ചപ്പോൾ ഈശോയുടെ കരം പിടിച്ച് ഈശോയോട് ചേർന്ന് നടക്കുന്ന ഒത്തിരിയേറെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതെ. എങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനായിട്ട് നമുക്കിപ്പോൾ ഒന്ന് ഓർമ്മിച്ച് നോക്കിയാലോ? ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ പോസ്റ്റ് ബി എസ് സി ചെയ്യാനായിട്ട് ദൈവം അനുഗ്രഹിച്ച് എനിക്ക് സാധിച്ചായിരുന്നു. അപ്പം ഇത് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ജോയിൻ ചെയ്യാനായിട്ട്. കാരണം കുഞ്ഞുങ്ങളുണ്ട്, അവർ ചെറുതാണ്, പിന്നെ നമുക്ക് പള്ളിയിൽ പോകണം, പ്രാർത്ഥിക്കണം, അതിനൊക്കെ സമയം വേണം. അപ്പോൾ ഇതെല്ലാം കൊണ്ട് വളരെ ബുദ്ധിമുട്ടോടു കൂടിയാണ് ജോയിൻ ചെയ്തത്. ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ തീരുമാനിച്ചു ഈ കാര്യങ്ങൾക്കൊന്നും അതൊന്നും കോംപ്രമൈസ് ചെയ്യാതെ തന്നെ പഠനം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് വിചാരിച്ചിരുന്നു. പഠനം അങ്ങനെ മുന്നോട്ട് പോയി. പക്ഷേ എപ്പോഴും തന്നെ എനിക്ക് ലാസ്റ്റ് മൊമെന്റിലായിരുന്നു അസൈൻമെന്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. കാരണം അതെന്താന്ന് ചോദിച്ചാൽ നമുക്ക് ടൈം നമ്മൾ കുറച്ചായിരുന്നു ഇതിന് വേണ്ടിയിട്ട് ചെലവഴിക്കുന്നത്. അപ്പം ഞങ്ങളുടെ കൂടെയുള്ളവരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്ത് സബ്മിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം ഇത് എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ ഒരു നാണക്കേട് തോന്നി. ഇങ്ങനെ ഞാൻ പോയാൽ പോരല്ലോ, ഇച്ചിരിയും കൂടെ സമയം ഒന്ന് പഠനത്തിന് കൊടുക്കണമല്ലോ എന്നൊക്കെ ഒന്ന് എനിക്ക് തോന്നി. അപ്പം ഞാൻ നോക്കി എങ്ങനെയാണ് സമയം കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുക. അപ്പോൾ നോക്കിയപ്പോൾ നമ്മൾ കുർബാനയ്ക്ക് പോക്കൊന്നും മുടക്കാൻ പറ്റില്ല, കുഞ്ഞുങ്ങളുടെ കാര്യം അല്ലെ മറ്റ് ഗാദറിങ്സ് ഒന്നും അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ഈ സാറ്റർഡേ ഫെലോഷിപ്പിന് ഞാൻ സാധാരണ ഡ്യൂട്ടി എപ്പോഴും വേറെ ഡ്യൂട്ടി ആണെങ്കിലും ചോദിച്ച് മാറ്റി അഡ്ജസ്റ്റ് ചെയ്ത് വരാൻ നോക്കുമായിരുന്നു, എങ്ങനെയെങ്കിലുമൊക്കെ വരാൻ നോക്കുമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്നും ഒന്ന് നമ്മൾ എല്ലാ ആഴ്ചയും പോവാതെ നോക്കാം, നമുക്ക് ഡ്യൂട്ടി വരുവാണെങ്കിൽ അങ്ങനെ ഫെലോഷിപ്പിന് പോവാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു 2 സെമസ്റ്ററോളം നമ്മൾ പുറകോട്ട് പോയി ടൈം കൂടുതൽ പഠനത്തിന് വേണ്ടി കൊടുത്തു. എന്നാൽ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ആദ്യം എല്ലാം കിട്ടിക്കൊണ്ടിരുന്നതിനെ കഴിഞ്ഞും മാർക്ക് കുറവായിരുന്നു കിട്ടിയത്. അപ്പോൾ എനിക്ക് തോന്നി വചനത്തിൽ പറയുന്നത് ശരിയാണല്ലോ, മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, കർത്താവിൻ്റെ ദയയാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്ന് റോമ 9:16 പറയുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഞാനിങ്ങനെ കൂടുതൽ സമയം ഇതിനൊന്നും ചെലവഴിച്ചിട്ട് കാര്യമില്ല,
തമ്പുരാൻ തന്നെ നടത്തണം എന്ന് വിചാരിച്ച് എന്തായാലും നമ്മൾ ഫെലോഷിപ്പും ഇതിനെല്ലാം പോകാൻ തീരുമാനിച്ചപ്പോൾ നമുക്ക് ഒരുപാട് പ്രോഗ്രാമുകൾ ആ സമയങ്ങളിൽ ഉണ്ടായിരുന്നു. ഈശോയോട് ചേർന്ന് നിൽക്കാൻ തീരുമാനിച്ചപ്പോൾ മാറ്റം വന്നു തുടങ്ങി എന്നല്ലേ? അതെ അതെ. അപ്പം നമ്മുടെ ക്രിസ്റ്റോ സെൻട്രിക്ക് ഫോർമേഷൻ ട്രെയിനിങ്ങുകൾ, പിന്നെ റോസറി വിജില്, പിന്നെ നമ്മുടെ ഏരിയ വൈസ് പ്രെയർ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതിനെല്ലാം പോകുന്നുണ്ടായിരുന്നു ആ സമയത്ത് പഠനത്തോടൊപ്പം. പഠനത്തോടൊപ്പം പോകാൻ ശ്രമിച്ചു. അങ്ങനെ ഈശോ അനുഗ്രഹിച്ച് അവസാനം നമുക്ക് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പം തമ്പുരാൻ നല്ലൊരു റിസൾട്ട് നൽകി അനുഗ്രഹിച്ചു. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം സകലതും കൂട്ടിച്ചേർക്കപ്പെടും. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത് പറഞ്ഞപ്പോഴാ ഒരു കാര്യം പ്രത്യേകിച്ച് ഓർത്തത്. നമ്മുടെ ഈ മൈഗ്രേഷൻ്റെ പ്രോസസ്സിലും ദൈവം തമ്പുരാൻ്റെ ഒരു ഇടപെടൽ നമുക്ക് ശരിക്കും അനുഭവവേദ്യമായി. ഹല്ലേലൂയ. ഈ മൈഗ്രേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ നമ്മളല്ല, ദൈവസ്നേഹത്തിൽ നമ്മളോട് ചേർന്ന് നിന്ന നമ്മളുടെ മിനിസ്ട്രിയിൽ തന്നെയുള്ള സഹോദരങ്ങളാണ്. നമ്മൾ ഇത് പ്രോസസ്സ് കംപ്ലീറ്റ് ആകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിട്ടുമില്ല കാര്യമായി. അതും പ്രാർത്ഥിച്ചത് നമ്മളെക്കാളും കൂടുതൽ നമ്മളുടെ മിനിസ്ട്രിയിലെ സഹോദരങ്ങളും അല്ലാത്ത സഹോദരങ്ങളുമൊക്കെയാണ്. നമ്മൾ സ്പെസിഫിക് ആയിട്ടൊന്നും പ്രാർത്ഥിച്ചിട്ടില്ല. അങ്ങനെ ആ പ്രോസസ്സ് അങ്ങോട്ട് മുമ്പോട്ട് നമ്മൾ ആദ്യം ഫസ്റ്റ് ലെവലിൽ നമ്മൾ നോക്കി. സെക്കൻഡ് ലെവലിലേക്ക് ഈ പ്രോസസ്സ് പോയപ്പം ഏജ് ലിമിറ്റ് വളരെ അടുത്ത് വന്നത് കാരണം ഒരു ഏജൻസിയും അതെടുക്കാൻ തയ്യാറായില്ല. 2-3 ഏജൻസിയിലേക്ക് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഫോർ യു, ടൈം ഈസ് ഓൾറെഡി ഓവർ. നിങ്ങൾക്ക് ഇതിന് ഭയങ്കര നിർബന്ധമാണെങ്കിൽ ഞങ്ങളൊരു 5 lakhs rupees ഇതിൻ്റെ ചാർജ് ചെയ്യാം, ബട്ട് വി ആർ ഷുവർ ദാറ്റ് യു ആർ നോട്ട് ഗെറ്റിംഗ് ഇറ്റ്. അങ്ങനെ ഒരു അവസ്ഥയിൽ നമുക്കത് അതിനെപ്പറ്റി കൂടുതൽ പ്രോസസ്സൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഫൈനലി ഒരു ഏജൻസി ഇതിനെ എഗ്രിയായി. ആ ഒരു സാഹചര്യത്തിൽ റാണി ഓർക്കുന്നുണ്ടല്ലോ? അതെ അതെ. പിന്നെയാണ് ഞങ്ങൾ മൂന്നാമതൊരു ഏജൻസിയോട് ഇങ്ങനെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, കിട്ടോ ഇല്ലയോ എന്ന് ഉറപ്പൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കൊടുത്തു. കുറച്ച് നാളുകൾ കഴിഞ്ഞു. ഞങ്ങൾ പ്രതീക്ഷയെല്ലാം കൈവിട്ട് ഏകദേശം ബർത്ത്ഡേ ആവാറായി. അങ്ങനെ ഒരു 2-3 പ്രോസസ്സുകൾ തീർക്കാനുണ്ട് അതിനു മുമ്പ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ വേറെ എവിടെയെങ്കിലും ട്രൈ ചെയ്യാന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുവാണ്. ഞാനും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? അതെ, പറഞ്ഞായിരുന്നു വേറെ എവിടെയെങ്കിലും നമുക്ക് ട്രൈ ചെയ്യാന്നൊക്കെ പറഞ്ഞായിരുന്നു. ഈ ബർത്ത്ഡേ എന്ന് പറയുമ്പോഴത്തേക്ക് ഏജ് ലിമിറ്റാ, അത് കട്ട് ഓഫ് ഡേ ആണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരാഴ്ച മുമ്പ്, ബർത്ത്ഡേ ആവുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് അദ്ദേഹം വിളിക്കുക. പുള്ളി ഒരു അക്രൈസ്തവനായ മനുഷ്യനാണ്. അപ്പോൾ പുള്ളി വിളിച്ചിട്ട് പറഞ്ഞു, താങ്ക് ഗോഡ് യുവർ ഗോഡ് ഈസ് ഗ്രേറ്റ്, നിങ്ങൾക്ക് വിസയ്ക്കുള്ള ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ഇനി ഫർദർ പ്രോസസ്സിങ് ചെയ്യാന്ന്. എന്നിട്ട് ഒരു കാര്യം കൂടെ പുള്ളി പറഞ്ഞു, ഇറ്റ് ഈസ് എ മിറക്കിൾ. Your God is great. Nothing is impossible with Jesus. Yes, of course. We actually നമ്മൾ ഒത്തിരി സമയങ്ങളിൽ ഇത് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് വളരെ റീസെന്റ് നമ്മളിപ്പം പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് നമ്മൾ പറയുന്നു. ശരിക്കും നമ്മൾ ഇതിന്റെ തുടക്കത്തിൽ നമ്മൾ ഇതിനിറങ്ങിയപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ ഇത് നിന്റെ ഇഷ്ടമല്ലെങ്കിൽ ഇത് ഒരിക്കലും മുന്നോട്ട് പോകരുതെന്നാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചത്. അതുകൊണ്ട് മാത്രം നിറവേറട്ടെ. അതെ അതെ. അതുകൊണ്ട് ഇത് ഡിലേ മീൻസ് ഇങ്ങനെ ആകാതിരുന്നപ്പോഴും നമുക്ക് അത്രയ്ക്ക് ഒരു ടെൻഷനൊന്നും ഇല്ലായിരുന്നു. പക്ഷെ എല്ലാം ദൈവം നടത്തി. ഹല്ലേലൂയ. ഇന്നത്തെ കാലത്ത് ജോലി തിരക്കിനിടയിൽ പല പേരൻസിനും പരാജയം സംഭവിക്കുന്ന ഒരിടമാണ് കുഞ്ഞുങ്ങൾക്ക് ഈശോയെ കൊടുക്കുക എന്നുള്ളത്. നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങളുടെ കുട്ടികൾക്ക് ഈശോയെ പകർന്നു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്? നമ്മൾ ശരിക്കും നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമ്മുടെ പേരൻസ് നമ്മളെ മാക്സിമം പള്ളിയിൽ പോകാൻ, പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനെല്ലാം നിർബന്ധിക്കുമായിരുന്നു. അപ്പോൾ ചെറുപ്പത്തിൽ അങ്ങനെ നിർബന്ധിച്ചുകൊണ്ട് പിന്നീട് നമ്മളത് വലുതായപ്പോൾ തനിയാക്കി ആയപ്പോൾ ആ വിത്ത് ഉള്ളിൽ കിടന്നുകൊണ്ട് നമ്മൾ ആരും നിർബന്ധിക്കാതെ പിന്നെ പള്ളിയിലൊക്കെ പോവും, പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമായിരുന്നു. അപ്പം നമ്മളും നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഞങ്ങൾ കുർബാനയ്ക്ക് പോകുമ്പോൾ അവരെയും കൂടെ കൂട്ടും, എന്നും പള്ളിയിൽ കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. അവർ മടി കൂടാതെ വരുന്നുണ്ടായിരുന്നോ? അവർക്ക് വലിയ ഇഷ്ടമാണ് വരാനായിട്ട്. കാരണം നമ്മുടെ ഈ ഗ്രൂപ്പിൻ്റെ എല്ലാം കൂടെ എല്ലാ കുഞ്ഞുങ്ങളും തന്നെ പരിശുദ്ധ കുർബാനയ്ക്കുണ്ടാവും. അപ്പോൾ അവർ പരിശുദ്ധ കുർബാന ഒരുമിച്ച് നിന്ന് കൂടും. അതിനുശേഷം അവർ പുറത്തൊരു ഗ്യാതറിംഗ് ഉണ്ട്. ഇതെല്ലാം കൊണ്ട് അവർക്ക് ഒത്തിരി ഇഷ്ടമാണ്. പിന്നെ നമ്മൾ അവരോട് പറയുമ്പോൾ ഇങ്ങനെ പറയും,
നിങ്ങൾ ഡെയിലി ഒരു 10 മിനിറ്റെങ്കിലും ഈശോയുടെ അടുത്തിരുന്ന് ഒന്ന് സംസാരിക്കണം ഈശോയോട് എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. എപ്പോഴും ഒന്നും അവർക്ക് പേഴ്സണൽ പ്രയർ മോട്ടിവേഷൻ കൊടുക്കാറുണ്ട്. പിന്നെ എന്നും ബൈബിൾ വായിക്കുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുക്കണം എന്നും പറയുകയും അവരോട് ബൈബിൾ റീഡ് ചെയ്യാൻ പറയുകയും അവർ ചെയ്യുകയും ചെയ്യാറുണ്ട്. ആക്ച്വലി പ്രധാനമായിട്ട് ഞാൻ ഒരു കാര്യം മാത്രമേ പിള്ളേരുടേക്ക് പറഞ്ഞിട്ടുള്ളൂ. ദൈവമല്ലാതെ വേറെ ആരും നിങ്ങൾക്കൊരിക്കലും പൂർണ്ണമായിട്ട് വിശ്വസിക്കാവുന്നതും പൂർണ്ണമായിട്ട് ട്രസ്റ്റ് ചെയ്യാനാവുന്ന വേറെ ഒരാളില്ല എന്നുള്ള ഒരു ബോധ്യം അവർക്ക് കൊടുക്കാനായിട്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് അപ്പനായ ഞാനാവാം, അമ്മയായ അവളാവാം, ഞങ്ങളുടെ സാഹചര്യങ്ങളനുസരിച്ച് ഞങ്ങൾക്ക് പൂർണ്ണമായും നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഫ്രണ്ട്സ് ആവാം, എല്ലാം ആവാം. ആത്യന്തികമായിട്ട് നിങ്ങൾ പൂർണ്ണമായിട്ട് ദൈവത്തിൽ കീഴ്വഴങ്ങണം. ദൈവമാണ് നിങ്ങളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ, ഏറ്റവും അവസാനത്തെ അത്താണിയും ദൈവമാണ് എന്നുള്ള ഒരു ബോധ്യം അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇഞ്ചക്റ്റ് ചെയ്യാനും അത് അവർക്ക് അത് മനസ്സിലാക്കി കൊടുക്കാനും നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഏതവസ്ഥയിലും വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കുന്ന ഈശോയെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ സാധിച്ചു നമുക്ക്. റോമ 8:28 വചനം നമ്മോട് ഇങ്ങനെ പറയുന്നു: ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളിലും മനുഷ്യനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവഹിതത്തിന് സ്വയം വിട്ടുകൊടുക്കുന്ന ഈ കുടുംബം അസീസിയിലെ വിശുദ്ധ ക്ലാരയെ പോലെ ഹൃദയത്തിൻ്റെ സ്നേഹാർപ്പണത്തിലാണ് പ്രാർത്ഥനയുടെ കാതലും ലക്ഷ്യവുമെന്ന് ഇവർ നമുക്ക് മനസ്സിലാക്കി തന്നു. ഇവരെ പോലുള്ള അനേകം കുടുംബങ്ങൾ സഭയ്ക്കും സമൂഹത്തിനും അനുഗ്രഹമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ കുർബാനയെ നാം ശരിക്കും മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ ആനന്ദം കൊണ്ട് മരിക്കും എന്ന വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ വാക്കുകളെ സ്വീകരിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയെ ഏറെ സ്നേഹിക്കുന്ന ഈ കുടുംബത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ദൈവത്തോടുള്ള വിശ്വസ്തതയും മനുഷ്യരോടുള്ള പ്രതിബദ്ധതയും ഇവരുടെ ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കുന്നു. ദൈവസ്നേഹത്തോടൊപ്പം സഹോദരങ്ങളോടുള്ള സ്നേഹവും സഹാനുഭൂതിയും കാത്തുസൂക്ഷിക്കുന്ന, കൂട്ടായ്മയിലായിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഇവരെ പോലുള്ള അനേകം കുടുംബങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നതോടൊപ്പം ഇതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനും വിശുദ്ധയുമായി തീരട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടാം. എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ച